എന്താണ് ഭാഗ്യം? എന്താണ് നിർഭാഗ്യം? ലോട്ടറി അടിച്ചാൽ ഭാഗ്യം, ലോട്ടറി പണം കൈപ്പറ്റാൻ പോകുമ്പോൾ ലോറി ഇടിച്ചു മരിച്ചാൽ ഭാഗ്യം മൂലം നിർഭാഗ്യം. നമ്മുടെ പല നിർഭാഗ്യങ്ങളും ഉണ്ടാകുന്നത് മുമ്പ് സംഭവിച്ച ഭാഗ്യങ്ങൾ മൂലമാണ്. അവളെ കിട്ടിയത് മഹാഭാഗ്യമാണ്. പറഞ്ഞു നടക്കുന്നവരിൽ പലരും നീ എന്ന് എന്റെ ജീവിതത്തിൽ വന്നോ അന്നു മുതലാണ് സർവനാശങ്ങളും തുടങ്ങിയത് എന്ന് ദിനം പ്രതി അതേ അവളെ ധരിപ്പിക്കാൻ മടിക്കാറില്ല. അനുകൂലമായി തീരുന്ന ശാരീരിക ഭൗതികാവസ്ഥയാണ് ഭാഗ്യം. അനുകൂലമായ ഭൗതികാവസ്ഥ അനുകൂലമായ മാനസികാവസ്ഥയുണ്ടാക്കും. മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഡോപ്പമിൻ എന്ന രാസപദാർത്ഥത്തിന്റെ ഉൽപാദനവും വിതരണവും വർദ്ധിക്കും. അപ്പോൾ നമുക്ക് സന്തോഷവും സുഖവും തോന്നും. ഒരാളുടെ ഭാഗ്യം മറ്റുള്ളവരുടെ നിർഭാഗ്യമായിരിക്കും. തിരിച്ചു ഭാഗ്യം വരുമ്പോൾ നിർഭാഗ്യം വരുമ്പോഴും കൂട്ടമായി വരുമെന്ന ഒരു അന്ധവിശ്വാസം നമുക്കുണ്ട്. ജ്യോതിഷ വിശ്വാസത്തെ സഹായിക്കുന്ന ഒരു മസ്തിഷ്ക നിലപാടാണിത്. ഭാഗ്യമോ നിർഭാഗ്യമോ എപ്പോഴും കൂട്ടമായി വരാറില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. ഇതൊക്കെ മസ്തിഷ്കത്തിൽ കനത്ത സ്വാധീനവും വൈകാരിക ആഘാതവും സൃഷ്ടിക്കുകയും ആയത് ഓർമ്മയെ പോഷിപ്പിക്കുകയും ചെയ്യും. വൈകാരികമായി വല്ലാതെ ഉലച്ച സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് മറക്കാനാവില്ല. ഭാഗ്യം നിർഭാഗ്യം കൂട്ടമായി വന്ന ചില അനുഭവങ്ങൾ സംബന്ധിച്ച ഓർമ്മ വളരെ ശക്തമായി നിലനിൽക്കും. എന്നാൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഒറ്റപ്പെട്ടു വന്ന അനുഭവങ്ങളാണ് ഭൂരിപക്ഷവും. പക്ഷേ അവയൊന്നും നമ്മുടെ വൈകാരിക തലത്തെ അത്ര ശക്തമായി ഉലയ്ക്കാത്തതിനാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. മിക്ക ഭാഗ്യനിർഭാഗ്യങ്ങളും വരുന്നത് ഒറ്റയ്ക്കാണ്. ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇടകലർന്നും വരാറുണ്ട്. പക്ഷേ നമുക്കിഷ്ടം വരുമ്പോൾ കൂട്ടത്തോടെ വരുമെന്ന് പറഞ്ഞ് ശീലിക്കുകയാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ തട്ടിവിടുന്നതിന്റെ പിന്നിലെ പ്രപഞ്ച രഹസ്യം ഇതാണ്. ജനം പൊതുവിൽ വലിയ പരാതികളും ഇരവാദികളുമാണ്. പരാതികൾ പ്രസരിപ്പിച്ച് ജീവിക്കുക എന്നത് അവർക്കൊരു സന്തോഷവും ഹരവുമാണ്. തങ്ങളുടെ കാര്യത്തിൽ അന്യായമായ പരാതിയും മറ്റുള്ളവരെക്കുറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനവും അതാണ് പൊതുവെ സ്വീകാര്യമായ ലൈൻ. തങ്ങളുടെ ജീവിതം ഒരു വലിയൊരു പോരാട്ടമാണെന്നും താൻ ഒഴുക്കിനെതിരെ നീന്തുന്നയാളാണെന്നും യാതനകളും കഷ്ടപ്പാടുകളും തിരിച്ചടികളും തൻ്റെ ജീവിതത്തിൽ അല്പം കൂടുതലാണെന്നും സങ്കല്പിക്കാനാണ് മനുഷ്യനിഷ്ടം. എതിർ ശക്തികളും അസൂയക്കാരും കാരണം അർഹമായ പലതും തനിക്ക് നഷ്ടപ്പെടുന്നുവെന്ന് പരാതിപ്പെടുകയും മിക്കവരുടെയും ഒന്നാം നമ്പർ ഹോബിയാണ്.